Evaluate integration of 0 to 2 plus I, the z bar the whole square dz along the real axis to 2 and then vertically to 2 plus I along the line 2y is equal to x. അതിൻ്റെ ഫിഗറും നമുക്ക് തന്നിട്ടുണ്ട്. 0PA എന്ന് പറയുന്നൊരു ട്രയാങ്കിൾ പോർഷനാണ്. അതിൻ്റെ ആ ഒരു ലൈൻ 2y is equal to x. P എന്ന് പറയുന്ന പോയിൻറ്റ് 2 1ഉം A എന്ന് പറയുന്നത് 2 0 എന്നും തന്നിട്ടുണ്ട്. 2 എന്ന് പറയുന്നത് എക്സ് വൈ, അതുപോലെ ഇവിടെയും എക്സ് വൈ എന്നുള്ള പോർഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇസഡ് ബാറാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇസഡ് ബാറിൻ്റെ സ്ക്വയർ, അപ്പോൾ ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് എക്സ് പ്ലസ് ഐ വൈ ആണെന്നറിയാം. ഇസഡ് ബാർ എന്ന് പറയുമ്പം എക്സ് മൈനസ് ഐ വൈ ആണ്. അപ്പോൾ ആ ഇസഡ് ബാറിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എക്സ് മൈനസ് ഐ വൈ ദി ഹോൾ സ്ക്വയർ ആണ്. അതിനെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, അതിനെ എക്സ്പാൻഡ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സെയിം ഇതാണിത്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് ഐ ടു എക്സ് വൈ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ ഈ മൈനസ് വൈ സ്ക്വയറിൽ ഒരു ഐ വരുന്നത് അറിയാം, ഐ സ്ക്വയർ വരും. സോ മൈനസ് 1 എന്നുള്ള ഫോമിലാണ് വരുന്നത്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് ഐ ടു എക്സ് വൈ എന്ന് കിട്ടുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ പാത്ത് ഒ എ പി എന്ന് പറയുന്ന പാത്തിന് എലോങ് ആയിട്ടാണ് നമ്മളിനി എടുക്കാൻ പോകുന്നത്. അതിൽ എ എന്ന് പറയുന്നത് 2 0 എന്നും പി എന്ന് പറയുന്നത് 2 1 എന്നും തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ 0 to ഇവിടുത്തെ ഇൻ്റഗ്രൽ എത്ര പറഞ്ഞിട്ടുള്ളത് 2 പ്ലസ് ഐ. അപ്പോൾ 0 to 2 പ്ലസ് ഐ ഇസഡ് ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, ഒ എ, ഇതാണ് നമ്മുടെ ഒ എ എന്ന് പറയുന്നത്. ഈ ഒ എയുടെ ഇൻ്റഗ്രൽ പ്ലസ് എ പിയുടെ ഇൻ്റഗ്രൽ പാർട്ടായിട്ട് എഴുതാം. ഒ എ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് ഐ ടു എക്സ് വൈ ഇൻറ്റു ഡി ഇസഡ്. എ പി വരുമ്പോഴും സെയിം ഇത് തന്നെ എഴുതിയാൽ മതി, എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ സ്ക്വയർ മൈനസ് ഐ ടു എക്സ് വൈ ഇൻറ്റു ഡി ഇസഡ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതുന്നതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഇതെന്ന് പറയുന്നത് എന്താണ്, എലോങ് ദി പാത്ത് ഒ എ പി. ഒ എ പി എഴുതുന്നതുകൊണ്ടാണ് ഒ എയും എ പിയും നമ്മൾ എടുത്തത്, രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന രീതിയിൽ. ഇനി നമുക്കിതിൽ ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് ഒ എ ആണ്, എന്ന് വെച്ചാൽ ആ ഹൊറിസോണ്ടൽ പാത്ത് അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ വരുന്ന പോർഷൻ. അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ എങ്ങനെയാണ് 2 0 ആണ് വന്നത്. അപ്പോൾ അതിൻ്റെ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. ഈ വൈയുടെ 0 എന്ന് തന്നിട്ടുണ്ട്, വൈ ഈസ് ഇക്വൽ ടു 0. അപ്പോൾ അതിൻ്റെ ഇസഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, എക്സ് മൈനസ് ഐ വൈ എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അതിൻ്റെ ഇസഡ് എന്ന് പറയുന്നത് നോർമലി എക്സ് പ്ലസ് ഐ വൈ എന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡി ഇസഡ് എടുക്കുക. ഡി ഇസഡ് എടുക്കുന്ന സമയത്ത് ഡി എക്സ് പ്ലസ് ഐ ഡി വൈ എന്നാണ് പറയുന്നത്. നമ്മൾ ഇസഡിൻ്റെ ഇസഡ് ബേസ് ചെയ്താണ് പറഞ്ഞു പോകുന്നത്. ഡി ഇസഡ് എടുക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡി ഇസഡ് ഇസ് ഇക്വൽ ടു ഡി എക്സ് പ്ലസ് ഐ ഡി വൈ. ഇനി ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വൈ ഇസ് ഇക്വൽ ടു 0 ആണ്. വൈ 0 ആകുമ്പോൾ എൻ്റെ ഈ പോർഷൻ 0 ആവും. നമുക്ക് എന്താണ് വരുന്നത്, ഡി എക്സ് എന്നായിരിക്കും വരുന്നത്. ഇനി ഇതിൻ്റെ എക്സ് നോക്കിക്കേ, എക്സ് 2 ആണ്. അപ്പോൾ ഇത് എക്സ് വേരി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 0യിൽ നിന്ന്, ഇത് 0യിൽ നിന്ന് 2 വരെ വേരി ചെയ്യുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 0 to 2 വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 0 അല്ല അടുത്തെടുക്കേണ്ടത് എക്സ് ഇസ് ഇക്വൽ ടു 2 എന്നാണ്. ഒരിക്കൽ കൂടെ പറയാം, ഞാൻ ആദ്യം എടുത്തത് ഒ എ ആണ്. അപ്പോൾ ഒ എയിൽ വൈ ഇസ് ഇക്വൽ ടു 0 ആണ്. എങ്ങനെയാണ് വൈ ഇസ് ഇക്വൽ ടു 0 വന്നത്, ഇതിൽ തന്നെ തന്നിട്ടുണ്ട് 2 0. അപ്പോൾ വൈ 0 എന്നാണ് അതിൻ്റെ അർത്ഥം, എക്സ് 2 എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഇസഡ് ഇസ് ഇക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. അതിൽ ഡി ഇസഡ് ഇസ് ഇക്വൽ ടു ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഈ ഒരു ഫോം കിട്ടും. അതുപോലെ തന്നെ വൈ ഇസ് ഇക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ട് 0 ആവും, ഇസ് ഇക്വൽ ടു ഡി എക്സ് എന്ന് കിട്ടും. എക്സ് വേരി ചെയ്യുന്നത് ഈ 0 മുതൽ 2 വരെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എഴുതി. ഇനി ഞാൻ എ പി എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ പോർഷൻ എടുക്കാൻ പോകുന്നു. ആ വെർട്ടിക്കൽ പോർഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ എക്സിൻ്റെ വാല്യൂ എത്രയെന്ന് പറഞ്ഞു, 2 ആണെന്ന് പറഞ്ഞു ഇല്ലേ. എക്സിൻ്റെ വാല്യൂ 2 ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഡി സെഡ് നമ്മൾ നേരത്തെ പോലെ കണ്ടുപിടിച്ചു. അതിൽ എക്സിൻ്റെ വാല്യൂ നമ്മൾ എന്താണ് എടുത്തിരിക്കുന്നത്, 0 ആയിട്ടാണ് എടുത്തിരുന്നത്. കാരണം ഇവിടെ 2ൽ നിന്ന് മേളിൽ പോയപ്പോഴും എക്സിൻ്റെ വാല്യൂവിൽ വേറെ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഡി എക്സിൻ്റെ വാല്യൂ ഞാൻ എന്തായിട്ട് എടുത്തു, 0 ആയിട്ട് എടുത്തു. പ്ലസ് ഐ ഡി വൈ എന്നുള്ള ഫോമിലാണ് എടുത്തത്. കാരണം എക്സ് ഇസ് ഇക്വൽ ടു 2 ആണ് വരുന്നത്. അപ്പം 0 പ്ലസ് ഐ ഡി വൈ എടുത്തു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഐ ഡി വൈയുടെ ഫോമിലാണ് കിട്ടുന്നത്. ഇനി ഇവിടുത്തെ വൈയുടെ വേരിയേഷൻ നോക്കിക്കേ, വൈയുടെ പാർട്ട് 2 0യും 2 1 ആണ്. അപ്പോൾ 0 to 1 വരെയാണ് ഈ എന്ത് ചെയ്യുന്ന വൈയുടെ വാല്യൂ വേരി ചെയ്യുന്നത്. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യം നോക്കി. ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഫസ്റ്റ് ഇക്വേഷനിലോട്ട് പോവാം. ഫസ്റ്റ് ഇക്വേഷൻ അതുപോലെ എഴുതാം. അതിനുശേഷം നമുക്കതിനെ ഡെറിവേറ്റ് ചെയ്യാം. അപ്പോൾ അത് ആദ്യം ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്താണ് എടുക്കേണ്ടത്, ഒ എ. ഒ എയിൽ നമ്മൾ എങ്ങനെ എടുത്തിട്ടുണ്ട്, ഒ എ പാർട്ടിൽ
വൈ എന്ന് പറയുന്നത് 0 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. y = 0. അപ്പോൾ y² പോവും, അതുപോലെ 2xy i 2xy വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും പാർട്ട് പോയിട്ട് നമുക്ക് x² × dx എന്ന് കിട്ടും. രണ്ടാമത് നമ്മൾ എടുത്തിരിക്കുന്ന AP എന്ന് പറയുന്ന പാർട്ടാണ്. APയിൽ നമ്മൾ എങ്ങനെയാണ് എടുത്തത്? എക്സിൻ്റെ വാല്യൂ 2 ആയിട്ടാണ് എടുത്തത്. അപ്പോൾ x 2 ആകുമ്പം x² എന്ന് പറയുമ്പോൾ 4. ബാക്കിയുള്ളതിനൊന്നും വലിയ വ്യത്യാസമില്ല, എക്സിൻ്റെ വാല്യൂവിന് മാത്രം ചേഞ്ച് ചെയ്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ 4 വന്നത് വേറെ ഒന്നുമല്ല, 2 ഓൾറെഡി ഉണ്ട്, എക്സിൻ്റെ വാല്യൂ 2, അങ്ങനെയാണ് ഇവിടെ 4 ആയത്. അതുപോലെ DZനും കറക്റ്റായിട്ടുള്ള വാല്യൂസാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. ആദ്യത്തെ OA നോക്കിക്കേ, OAയിൽ നോക്കുന്ന സമയത്ത് DX തന്നെയാണ് വരുന്നത്, AP നോക്കുന്ന സമയത്ത് IDY ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്താൽ മതി? 0 to 2 എന്നുള്ള ഇൻ്റഗ്രലും 0 to 1 എന്നുള്ള ഇൻ്റഗ്രലും രണ്ടിനും കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഡീറ്റെയിൽസ് നമ്മൾ എടുത്ത് കൊടുത്തു, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഓരോന്നിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. x² ചെയ്യുമ്പോൾ x³ 3 എന്നും, അതുപോലെ തന്നെ 4 - y² - i 4y ചെയ്യുന്ന സമയത്ത് 4iy - i y³ 3 + 4y² 2 എന്നുള്ള ഫോമിൽ. കാരണം ഇതിനെ ഒന്ന് സോൾവ് ചെയ്തു, ഇത്രയും IDY വെളിയിൽ കിടക്കുന്ന അത്രയും പോർഷൻസ് കൂടെ സോൾവ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത ഒരു ഫോമാണ്. ഇനി ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്ത് ഫൈനലി കിട്ടുന്ന ആൻസർ 40/3 + 11/3 × i എന്നുള്ള ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി കഴിഞ്ഞില്ല, ഇനിയും ഉണ്ട്. എന്താ? നമ്മളാണെങ്കിൽ ഈ ഒരു വാല്യൂവിൻ്റെ കാര്യം മെൻഷൻ ചെയ്തില്ല, ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ പാത്തിനെ മെൻഷൻ ചെയ്തതേ ഇല്ല. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? 2y = x. ഈ 2y × x നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം 2dy = dx എന്ന് കിട്ടും. സോ ഇസഡിൻ്റെ ഫോമിൽ ചെയ്യുകയാണെങ്കിൽ z = x + iy, dz എടുക്കുമ്പോൾ dx + idy ആണ് വരുന്നത്. അതിൽ തന്നെ dxൻ്റെ സ്ഥാനത്ത് ഞാൻ 2dy + idy എന്ന് കൊടുത്തു, എന്ന് വെച്ചാൽ വൈയുടെ ടേമിലാക്കിയാണ് കൊടുത്തത്. ആ വൈയുടെ ടേമിലാക്കി കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ഇതിലൊന്ന് കോമൺ ആയിട്ടുള്ള dy ഞാൻ പുറത്തെടുത്തപ്പോൾ 2 + i എന്ന് കിട്ടി. ഇനി y വേരി ചെയ്യുന്ന ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? y വേരി ചെയ്യുന്ന ആ ഫിഗറിൽ നോക്കിയാൽ അറിയാം, y ഈ 0യിൽ നിന്ന് 1 ആയിട്ടാണ് നമുക്ക് വേരി ചെയ്യുന്നത്. അപ്പോൾ 0 to 1 വേരി ചെയ്യുന്നു എന്നുള്ള കാര്യം എടുത്തു. ഇനി എന്ത് ചെയ്യാം? ആ ഇൻ്റഗ്രൽ പാർട്ട് എടുത്താൽ മതി. 0 to 2 + i x² - y² - i 2xy × dz. ഈ ഒരു സംഭവം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഡയറക്റ്റ് ഇതിലോട്ട് കയറിയാലും മതി. എങ്ങനെ വരും? നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 1 ആണെന്നറിയാം. ആ 0 to 1 ലിമിറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? നേരെ നമുക്ക് സോൾവ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിലെല്ലാം വൈയുടെ പാർട്ടിലാണ് കിടക്കുന്നത്. DZ അടക്കം നമ്മൾ വൈയിലെ പാർട്ടിലോട്ട് കൊണ്ടുപോകുക, കാരണം ഇതിൻ്റെയൊക്കെ വാല്യൂസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, DZ അടക്കം നമ്മൾ എന്തിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? ഈ 2 + idy എന്നുള്ള ഫോമിൽ നമുക്ക് DZും കിട്ടി. എല്ലാം വൈയുടെ ഫോമിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുക. ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ലിമിറ്റ് കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 10/3 - 5/3i. ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുന്നതും ലിമിറ്റ് എടുക്കുന്നതും നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, അറിയാമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ആ പാർട്ട് പറയാത്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇൻ്റഗ്രേഷൻ ഓഫ് C അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ ഓവർ C റിയൽ പാർട്ട് ഓഫ് Z into dz where C is the shortest path from 1i to 5 + 5i. ഇതാണ് നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ എടുക്കാനുള്ളത് റിയൽ പാർട്ടാണ്. പാത്തിൻ്റെ കാര്യം അതും ഇൻ്റഗ്രേഷൻ ബേസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എവിടെ നിന്ന് എവിടേക്കെന്ന് പറഞ്ഞാൽ 1 + i മുതൽ 5 + 5i എന്നുള്ള കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ C എന്ന് പറയുന്ന ഒരു പാത്താണ്. ഇത് 1 + 1ൽ നിന്ന് തുടങ്ങി 5 + 5. ഓക്കെ, കോഎഫിഷ്യൻ്റ് എടുത്താൽ മതി. ഈ 5iയുടെ കോഎഫിഷ്യൻ്റ് മാത്രം എടുത്താൽ മതി, i എടുക്കണം എന്നില്ല. അപ്പോൾ xy 1 to 1 മുതൽ 5 to 5 വരെയാണ് ഈ ഒരു പാത്ത് കിടക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാത്ത് ഇൻ്റഗ്രേഷൻ തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഫോമുലയാണ് എടുക്കേണ്ടത്? നമ്മൾ മുന്നേയും ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇതിൻ്റെ ഫോമുല എന്ന് പറയുന്നത് x - x/x2 - x1 = y - y1/y2 - y1. എന്ത് ചെയ്യുക? എക്സിൻ്റെ വാല്യൂയും വൈയുടെ വാല്യൂയും y1 y2 y3യുടെ വാല്യൂ ഒക്കെ നമുക്കറിയാം, കാരണം ഇവിടെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. എന്ത്? ഇത് x1 y1 x2 y2. അപ്പോൾ x1 = 1, x2 = 5, y1 = 1, y2 = 5 എന്നുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത്. ആ രീതിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പം നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ x = y എന്നാണ് കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യാം? നേരെ Z എടുക്കുക. ഇസഡിൽ x + y ആണെന്നറിയാം. അതിൻ്റെ റിയൽ പാർട്ട് x ആണ്. റിയൽ പാർട്ട് x ആണ്, നമുക്ക് ഓൾറെഡി തന്നെ കിട്ടി. ഇനിയുള്ള ഇസഡിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് dx + idy എന്നാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ ആൻസർ x = y അല്ലേ കിട്ടി. ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ dx = dy എന്നാണ് നമുക്ക് കിട്ടുന്നത്.
അപ്പോൾ ഇത് ഈ ഫോമിൽ കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡി എക്സ് പ്ലസ് ഐ ഡി വൈയിൽ എല്ലാം കൂടെ ഒരു ടേം ആക്കാൻ വേണ്ടിയിട്ട് ഡി വൈയുടെ വാല്യൂവിനെ ഞാൻ ഡി എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എനിക്ക് കിട്ടിയത് എക്സ് ഇസിക്വൽ ടു വൈ എന്ന് പറയുന്ന ആ ഒരു ഫോമിൽ നിന്നാണ്. അപ്പോൾ നമ്മളെല്ലാം എക്സിൻ്റെ ടേമിലാക്കിയിട്ടുണ്ട്. അതുപോലെ എക്സിൻ്റെ ലിമിറ്റ് എങ്ങനെ വേരി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, 1ൽ നിന്ന് 5ലോട്ടാണ് വേരി ചെയ്യുന്നത്. അപ്പം 0 to 1 to 5 എന്നുള്ള രീതിയിലാണ് നമ്മൾ ലിമിറ്റ് എടുക്കേണ്ടത്. സോ 1 to 5 വരെ നമ്മൾ ലിമിറ്റ് കൊടുത്തു. ഇനി നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത്, അത് പോർഷൻസ് ഡെറിവേറ്റ് ചെയ്താൽ മതി. നമ്മൾ റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്നല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്, ആ പാർട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ചെയ്താൽ മതി. ഇൻ്റഗ്രേഷൻ ഓഫ് റിയൽ പാർട്ട് ഓഫ് ഇസഡ് ഇൻറ്റു ഡി ഇസഡ് ചെയ്യുക. സോ എക്സ് ഇൻറ്റു ഡി ഇസഡ് എഴുതും. ഡി ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ഡി എക്സ് പ്ലസ് ഐ ഡി വൈ എന്നുള്ള ഫോമിലാണ്. എന്ന് വെച്ചാൽ ഈ ഒരു ഫോം എഴുതണം എന്നില്ല, നമുക്ക് ഡയറക്റ്റ് ഡി എക്സ് പ്ലസ് ഐ ഡി എക്സിൻ്റെ ഫോമിൽ എഴുതിയാൽ മതി. അതിനുശേഷം അതിലെ കോൺസ്റ്റൻറ്റ് സെപ്പറേറ്റ് ചെയ്യുക, പുറത്തെടുക്കുക. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഡി എക്സ് നമ്മൾ വെളിയിലെടുത്തു ആദ്യം. അതിനുശേഷം നമുക്ക് 1 + i എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് കിട്ടുക. ആ 1 + iനെ നമ്മൾ കോൺസ്റ്റൻറ്റ് ആയതുകൊണ്ട് തന്നെ പുറത്തെടുത്തിട്ട് എക്സ് ഇൻറ്റു ഡി എക്സ് എന്നുള്ള ഫോമിൽ വരും. ഇനി എക്സിനെ എന്ത് ചെയ്താൽ മതി, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ്സ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 12 × 1 + i എന്നുള്ള ആൻസറാണ് നമുക്ക് വരുന്നത്.